എൻ്റെ പേര് അതിനൻ. എൻ്റെ അമ്മച്ചൻ്റെ പേര് കൃഷ്ണൻ. അമ്മച്ചൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്? അമ്മച്ച ഇവിടുന്ന് സ്കൂളിലേക്ക് പുതുക്കോട് സ്കൂളിലാണ് അമ്മച്ച പഠിച്ചത്. അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നടന്ന് പോകണം കുട്ടിയെ. അന്ന് ബസ്സും കാര്യവും ഒന്നുമില്ല, നടക്കന്നെ വേണം. പിന്നെ അതേപോലെ വൈകുന്നേരം ഞങ്ങൾ കൂട്ടുകാരൊന്നായിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോരും, ഒരു 4 കിലോമീറ്റർ. പിന്നെ അവിടെ ഉച്ചയ്ക്ക് ഉപ്പുപോകാണ്ടാവുക, അതേ തിന്നുള്ളൂ. ചോറൊന്നും കൊണ്ടുപോകണ ഒരു പരിപാടി ഇല്ല. വന്നതിന് ശേഷം രാത്രി വൈകുന്നേരം ഒരു 5-6 മണിയാവും കൂടി എത്താൻ. അന്നേരമാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. 5ാം ക്ലാസ് വരെ പുതുക്കോട് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അതിന് ശേഷം രാമേട്ട വൈദ്യനാടിലുള്ള രാമേട്ട ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് 10ാം ക്ലാസ് വരെ നല്ല രസമായി. അത് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. അത് നടന്നിട്ടാ പോവുക. അന്ന് വാഹനമൊന്നും ഇല്ലല്ലോ കുട്ടിയെ. അമ്മച്ചിന് 1 മുതൽ 4 വരെ ഹിന്ദി ഒന്നുമില്ല, മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ 5 മുതൽ 10 വരെ ഹിന്ദി മലയാളം ഇംഗ്ലീഷും അത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടിയെ 10ാം ക്ലാസ്സിൽ ഒരു വിഷയത്തിൽ 35 മാർക്ക് കിട്ടേണ്ട ഒരു വിഷയത്തിൽ 1 മാർക്ക് പറഞ്ഞു വെച്ചാൽ ആ കുട്ടി SSLC തോറ്റ്. ഇന്ന് അതല്ലല്ലോ. അന്ന് ഇംഗ്ലീഷിനും മലയാളത്തിനും 40 മാർക്ക് തന്നെ കിട്ടണം. 39 മാർക്ക് കിട്ടിയിട്ട് ആ കുട്ടി തോറ്റ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒന്നിച്ച് അങ്ങനെയായിട്ട് കൊടുക്കില്ലേ. അന്ന് അത്രയും ഭയങ്കര സ്ട്രിക്റ്റ്, മോഡറേഷനും കാര്യമൊന്നും ഇല്ല. 5ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ തോറ്റുണ്ടെങ്കിൽ അവിടെ തോൽപ്പിച്ച് അവിടെ ഇടും. ഇപ്പൊ ഫുൾ പാസ്സല്ലേ. അന്ന് അതൊന്നും ഇല്ല. പിന്നെ ലേശം പഠിപ്പിൽ ലേശം മോശമാണെങ്കിൽ ഓനെ അവിടെ തോൽപ്പിച്ചിടും. 2-3 കൊല്ലം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 2-3 കൊല്ലം തോറ്റ കുട്ടികൾ ഇതിന്റെ ഒപ്പച്ചുണ്ട്. മനസ്സിലായില്ലേ? 20ാമത്തെ വയസ്സിൽ SSLC കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇല്ലേ. അങ്ങനെയൊക്കെയാണ് കഥകൾ. അന്നത്തെ കാലം അങ്ങനെയാണ്. ഇനി എന്താ കുട്ടിക്ക് അറിയാനുള്ളേ? അമ്മച്ച ക്ലാസ്സില് 8ാം ക്ലാസ് പഠിക്കുമ്പോ അമ്മച്ച സ്കൂളിൽ നല്ല സ്പോർട്സ്മാന്, നല്ല കളിക്കുകയായിരുന്നു. ഫുട്ബോളൊക്കെ നല്ല കളിക്കും. പിന്നെ ഈ മറ്റേ ഇതൊക്കെ സ്പോർട്സിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഒരുപാട്. പിന്നെ എന്താ കുട്ടി ചോദിച്ചത്? എന്തേലും ചോദിച്ചിന്? അടി എന്ന് പറഞ്ഞാൽ അടി അങ്ങനെയൊന്നും കിട്ടാനില്ല. പക്ഷെ നമ്മളെ ഈ റൂട്ടിലാണ് കുറേ മാഷുമാരും ടീച്ചർമാരും നമ്മളെ വീടിൻ്റെ പഠിക്കാൻ കൂടിയാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് നല്ല പരിചയമാണ്. പക്ഷെ ഉള്ള ചോദ്യം മുഴുവൻ്റെ പേര് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എന്ത് ചോദ്യം ചോദിച്ചാൽ കൃഷ്ണമാരി അറിയാം. അപ്പോൾ എൻ്റെ പേര് മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോൾ നമ്മള് അങ്ങനെ വല്ലാതെ അടി കിട്ടല്ലേ, എപ്പോഴെങ്കിലൊക്കെ കിട്ടല്ലേ. എന്നാലും അങ്ങനെയാണ്. എന്തേ സ്നാക്സോ? അതെ, സ്കൂളിൽ നിന്നല്ലേ. അമ്മച്ചനെ മുക്കിയെ രാവിലെ ഇവിടുന്ന് രാവിലെ ചായ കഴിച്ച് പോയാലേ പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ പുതുക്കോട് സ്കൂളിൽ 4ാം ക്ലാസ് വരെ അവിടെയാണല്ലോ പഠിച്ചത്. അവിടെ ഈ ഉപ്പുമാവ് ഉണ്ടാവും, റവൻ്റെ ഉപ്പുമാവ്. അത് 1 ഗ്ലാസ് വെള്ളവും. ഇതാണ് ഉച്ചയ്ക്ക് അവിടെ ഉണ്ടാവുക. ചോറ് കൊണ്ടോണം പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി കുടിക്കും. അന്നൊന്നും ചോറ് എന്ന് പറഞ്ഞൊരു സംഗതിയൊന്നും ഇല്ല. ആ കഞ്ഞിയാണെങ്കിലും കഞ്ഞി കുടിക്കും, അല്ലെങ്കിൽ ചോറ്. ചില ദിവസം ചോറുണ്ടാവും, ആ ചോറ് കഴിക്കും. ഇങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് വൈദ്യനാടി സ്കൂളിലേക്ക് 5 മുതൽ വൈദ്യനാടി സ്കൂളിലാണല്ലോ പഠിച്ചത്. പിന്നെ അത് ഉച്ചയ്ക്ക് ഞങ്ങൾ 2 കിലോമീറ്റർ നടന്നിട്ട് ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ഇൻ്റർവെൽ സമയം ഉണ്ടല്ലോ. ആ സമയത്ത് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 2ാമത് അങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ അവിടെ 2 മണി ആകുമ്പോൾ അവിടെ ബെല്ലടിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈകുന്നേരം 5 മണിക്ക് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ പിന്നെ അവിടുന്ന് കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് സൊറ പറഞ്ഞ് 5 മണിക്ക് വീട്ടിലെത്തും. അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു കാലം. അന്നൊക്കെ നല്ല ഈ ചങ്ങാതിമാരൊക്കെ നല്ല നല്ല ചങ്ങാതിമാരായി, നല്ല നല്ല കുട്ടികളായി. അന്ന് ഈ വർഗീയവും മറ്റതൊന്നും ഇല്ല, നല്ല നല്ല കുട്ടികളായി. അപ്പോൾ ഓരെപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരൊക്കെ നല്ല ബഹുമാനവും കാര്യമൊക്കെയാണ്. ഇപ്പോൾ അമ്മച്ച ബാങ്കിലായിരുന്നു. ബാങ്കിൽ നിന്ന് പഴയ സുഹൃത്തുക്കളൊക്കെ ബാങ്കിൽ വരും. അപ്പോൾ അന്ന് 1ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ച ആ കുട്ടികൾ വരെ ഇപ്പോഴും ഭയങ്കര സൗഹൃദത്തിലാണ്. ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മനസ്സിലായില്ലേ.
അങ്ങനെയൊക്കെയാണ് നമുക്ക് അതൊക്കെ നല്ലൊരു കാലം കഴിഞ്ഞില്ല.